റഹ്മാൻ സന്തോഷമാണ്. കാരണം ബാലചന്ദ്രനെ പോലെ, അതായത് കമലഹാസനും രജനീകാന്തും അടക്കമുള്ളവർ, രജനീകാന്തൊക്കെ ചെറിയ റോളുകളിൽ ആദ്യം വന്നത്, അങ്ങനെ ബാലചന്ദ്രൻ സിനിമയുടെ വന്ന അവരൊക്കെ വലിയ വലിയ നടന്മാരായി. ചെറിയ റോളിന് പോലും പലരും താല്പര്യം കാണിച്ചൊരു സമയം. അങ്ങനെയുള്ള സംവിധായകൻ്റെ സിനിമയിലെ നായക സ്ഥാനത്തേക്കാണ് റഹ്മാനെ വിളിച്ചത്. റഹ്മാൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ ബാലചന്ദ്ര സാറ് ഈ സിനിമയെക്കുറിച്ച് പറയുന്നു, കഥ പറയുന്നു, കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുന്നു, നായികയെക്കുറിച്ച് പറയുന്നു. നായികയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഗീതയാണ് നായിക. പഞ്ചാഗ്നി അടക്കമുള്ള സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ, വൈശാലിയിൽ അമവേഷം പോലും ചെയ്ത അത്തരത്തിലുള്ള ഗീതയാണ് നായിക എന്നറിഞ്ഞപ്പോൾ അതുവരെ സന്തോഷത്തിൽ നിൽക്കുന്ന റഹ്മാൻ്റെ മുഖമൊന്നു മങ്ങി, ചിരിമങ്ങി, എവിടെയോ ദേഷ്യമോ വിഷാദമോ എന്നൊന്നും പറയാൻ പറ്റാത്ത ഒരു വികാരം റഹ്മാൻ്റെ മുഖത്തുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കുകയായിരുന്നു ബാലചന്ദ്രൻ. എന്ത് പറ്റി റഹ്മാൻ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞ് ഒരിടത്ത് മാറി നിൽക്കുകയാണ്.